പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ തലക്കാട് പഞ്ചായത്തിൽപ്പെട്ട പുല്ലൂർ ഗ്രാമത്തിലെ പരേതനായ കക്കിടി തൈവിളപ്പിൽ കുട്ടുവപ്പു എന്നവരുടെ മകള് സെമീന എന്ന 26 വയസ്സുള്ള സഹോദരിക്ക് അവിടെ ഇരുവൃക്കകളും പ്രവർത്തനരഹിതമാണ്. അടിയന്തരമായി വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ വൃക്ക മാറ്റിവെക്കൽ വൈകിപ്പോയാൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നാണ് മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. വളരെ ചെറുപ്പത്തിൽ നിന്ന് ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടു. പിന്നെ നാട്ടുകാരൊക്കെ സഹായത്തോടെ ആ കുട്ടിയെ കല്യാണം കഴിച്ചയച്ചത്. അവരുടെ ഭർത്താവ് അന്നത്തെ നിത്യവേതനത്തിന് വേണ്ടി കൂലി വരക്ക് പോകുന്ന ഒരു സാധാരണ നാട്ടിൻപുറത്തെ ഒരു പണിക്കാരാണ്. പിന്നെ അവൾക്ക് ഒരു 5 വയസ്സായ ഒരു പെൺകുട്ടിയും 1.5 വയസ്സായ ഒരു ചെറിയ ആൺകുട്ടിയാണുള്ളത്. വേറെ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു വിൽക്കാനോ ഒന്നും ഒരു സൗകര്യമില്ലാത്ത ഒരു വളരെ കഷ്ടപ്പെട്ട പാവപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പൊ ഈ കുട്ടിക്ക് ഈ അസുഖം വന്നപ്പോ ഈ കുട്ടി ലാബിൽ വർക്ക് ചെയ്തിരുന്ന പെൺകുട്ടിയായിരുന്നു. അപ്പൊ അവൾക്ക് അവിടെ അസുഖം എന്താണെന്നും ആ അസുഖം അവളെ എവിടെ കൊണ്ട് എത്തിക്കുന്നൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ ആ കുട്ടിക്ക് ആ കുരുന്നോടെ മാതാവായിട്ട് ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് അവർ നാട്ടുകാരെ സമീപിച്ചത്. നാട്ടുകാര് എല്ലാവരും കൂടി ആ വിഷയം ഏറ്റെടുത്ത് നാട്ടിലൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ആ കമ്മിറ്റി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ കമ്മിറ്റി പിന്നെ തലക്കാട് സർവീസ് ബാങ്കിലൊരു അക്കൗണ്ടും തിരൂര് SPT ബാങ്കിലൊരു അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് അതിന്റെ അക്കൗണ്ട് നമ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോ അതൊക്കെ തുടങ്ങിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ വൈകാതെ തന്നെ ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിന് ഏറ്റവും കുറഞ്ഞത് 25 ലക്ഷം രൂപ ആ ശസ്ത്രക്രിയക്ക് വേണ്ടി മാത്രം വരും. അത് കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 20,000 രൂപ മരുന്നെങ്കിലും കഴിക്കേണ്ടി വരും. പിന്നെ അത് വിജയകരമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെതായ ഒരുപാട് നടപടികളും പിന്നെ കുറെ കാലം ICUലൊക്കെ എടുക്കേണ്ടി വരും. ആളുകളായിട്ടൊന്നും ബന്ധങ്ങളൊന്നും ഇല്ലാതെ കാറ്റുള്ള തുറന്നു എടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏതായാലും അതൊക്കെ ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ഭാഗത്തും എല്ലാ സഹായം വേണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സന്ദേശം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എങ്ങനെയൊക്കെ കിട്ടുന്നവർക്കൊക്കെ മാക്സിമം സംഖ്യകൾ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരിട്ടോ അല്ല ഞങ്ങൾ ബാങ്ക് അക്കൗണ്ടിലോ ഒക്കെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ആലോചിക്കണം. സാമ്പത്തികം ഇല്ലാത്ത ഇപ്പോ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ തന്നിട്ട് നമ്മളെ കയ്യിൽ സാമ്പത്തികമൊക്കെ അള്ളാഹു തന്ന് നമുക്കെല്ലാ സൗകര്യം തന്ന് ചികിത്സിക്കാനുള്ള സംവിധാനം അത് വേറെയുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാ സംവിധാനം ഉണ്ടായിട്ട് സാമ്പത്തികം ഇല്ലാത്തൊരു കാരണം കൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് നമ്മളൊക്കെ എല്ലായിടത്തും അതിനെ പറയേണ്ട കാര്യമാണ്. അപ്പൊ ആ കാര്യമൊക്കെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കി നമ്മൾ ആ കുട്ടീനെ എല്ലാവരും ആകമായി സഹായിക്കണം. അപ്പൊ ഈ സന്ദേശം കിട്ടുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി പരസ്പരം നമ്മളെ ആളുകളൊക്കെ ഈ സന്ദേശം എത്തിച്ച് മാക്സിമം ഫണ്ട് സമാഹരിച്ച് ഗൾഫിലുള്ള ആളുകളാണെങ്കിൽ അവിടെ നമ്മളെ ആളുകളുണ്ട് അവരുടെ കയ്യിലോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ആ ബാങ്ക് അക്കൗണ്ടിലോ അങ്ങനെ അല്ലെങ്കിലോ ഒക്കെ നേരിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ എത്തിച്ച് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇതെല്ലാം ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം പ്രവർത്തിക്കണം. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാല് ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ പടത്തും നമ്മുടെ കുടുംബത്തിനൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പം അങ്ങനത്തെ അവസ്ഥയിലാണ് ആ കുട്ടിയുള്ളത്. അപ്പൊ ഏതായാലും ഈ സന്ദേശം കിട്ടുന്നവരെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. എന്നിട്ട് ഇത് നല്ലൊരു ദൗത്യമായി നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.